മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്. നമുക്കത് നോക്കാം. സ്പെസിഫിക് ആയിട്ട് വെള്ളാപ്പള്ളി പറയട്ടെ. ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാര് ഭൂമി കൊടുത്തിട്ടാണ് മുസ്ലിങ്ങളുടെ മയ്യത്ത് കവറെടുക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളിയാണ് നടക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞ് 90 ആയി നോക്കിയത് അത്തുമ്പിത്വ മാത്രമല്ല, പറയുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധമാണ്. ലീഗിന്റെ പരിപാടി SNDPക്ക് മെമ്പർ ഉണ്ടാക്കി കൊടുക്കലാണോ? മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഒരു SNDPക്കാരൻ ലീഗുകാരൻ അനുവദിക്കുമോ? SNDPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ലീഗുകാരന് കഴിയും? ഇത് ലീഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ലാതെ, രാഷ്ട്രീയമായി അവർ പിന്തുണക്കുന്നവരെ അല്ലാതെ ലീഗ് തുറക്കോ? SNDPക്കോ NSSനോ അതല്ലെങ്കിൽ MESനോ മെമ്പർമാരുണ്ടാക്കി കൊടുക്കുന്ന പണിയാണോ മുസ്ലിം ലീഗിന്? അതല്ലല്ലോ. ഇനി അത് മാത്രമല്ല, ലീഗ് SNDPക്കാർക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം കൂടെ നിങ്ങൾ പരിശോധിക്കുക. മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് ആർക്ക്? അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈഴവനോ നായരോ മുസ്ലിമോ സുന്നിയോ മുജാഹിദോ എന്നതൊക്കെ ഉണ്ടല്ലോ. ഈ വിഷയമൊക്കെ ലീഗ് പരിഗണിക്കുന്നത് രാഷ്ട്രീയമായ സഖ്യത്തിന്റെ പേരിലാണ്. മുസ്ലിം ലീഗിന്റെ മുന്നണിക്കകത്ത് വരുന്നത് ഏത് മതസമൂഹത്തിൽപ്പെട്ട ആളായാലും ആ മനുഷ്യൻ എന്ന നിലക്ക്, മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക്, ലീഡർ എന്ന നിലക്ക് ലീഗിന്റെ വോട്ട് ബാങ്കിലിട്ട പോലെ സേഫാണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാനുണ്ട്. അത് മുന്നണിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മുസ്ലിം ലീഗ് അതിനെ മത്സരിക്കാൻ പറ്റുന്നത് സയ്യിദ് ഉമർ ബാഫക്ക് തങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയപ്പോൾ മുസ്ലിം ലീഗ് എതിർത്തല്ലോ, വോട്ട് ചെയ്തില്ലല്ലോ. അപ്പൊ വോട്ട് ആർക്കും ചെയ്യില്ല. ചെയ്യാൻ കാര്യം എന്താണ്? അപ്പുറത്ത് നിൽക്കുന്നവർ ലീഗിന്റെ രാഷ്ട്രീയ ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. അത് മുന്നണിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ വോട്ട് ചെയ്യും. അല്ലാത്തവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാം? അപ്പൊ ഒരു ന്യായവും അടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യങ്ങളാണ് അദ്ദേഹം എന്താണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അത് ഏറ്റവും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറെ ഒരു സെന്റിമെന്റൽ ആയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ശ്മശാനം പോലും അനുവദിച്ചില്ല മലപ്പുറത്ത് എന്ന് അദ്ദേഹം പറയണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓരോ സമുദായത്തിനും ശ്മശാനങ്ങളുണ്ട്. ഇപ്പൊ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കബറടക്കാൻ അവർ ഖബർസ്ഥാൻ തെരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് ഖബർസ്ഥാൻ അല്ല, ഗവൺമെന്റ് കൊടുക്കുന്ന ഭൂമിയല്ല, മുസ്ലിം പ്രമാണിമാര് വഖഫ് ചെയ്യുന്ന ഭൂമിയിലാണ് ഖബർസ്ഥാൻ ഉണ്ടാവുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈഴവ സമുദായത്തിനകത്ത് ഒരാൾ മരിച്ചാൽ അയാളുടെ മയ്യത്ത് ഖബറടക്കണമെങ്കിൽ അദ്ദേഹത്തെ അവിടെ അങ്ങനെ ഒരു ഒരു ശ്മശാനം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉള്ള ശ്മശാനങ്ങളാണ്. അല്ലാത്തവർ അവരുടെ വളപ്പുകളിൽ തന്നെ അതിനെ മയ്യത്ത് കബറടക്കുകയാണ് ചെയ്യാറുണ്ട്. മലപ്പുറം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തുകളിലും പൊതുശ്മശാനമുണ്ട്. ഇല്ലാന്ന് വെള്ളാപ്പള്ളി പറയട്ടെ. ഇനി ഏതെങ്കിലും ഒരിടത്ത് ഒരു മയ്യത്ത് കബറടക്കാൻ അവിടുത്തെ ലീഗെന്നല്ല, വിട്ടേക്ക്, മലപ്പുറത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എതിർ നിന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നമല്ല, ലീഗിന്റെ പ്രശ്നമല്ല, മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്. നമുക്കത് നോക്കാം. സ്പെസിഫിക് ആയിട്ട് വെള്ളാപ്പള്ളി പറയട്ടെ. ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാര് ഭൂമി കൊടുത്തിട്ടാണ് മുസ്ലിങ്ങളുടെ മയ്യത്ത് കബറടക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളിയാണ് SNDPയിലെ